നമസ്കാരം. ദിശ PSCയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UP ഇന്റർവ്യൂവിന് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നിലവിൽ വന്ന വർഷം 1995. PWD ആക്ട് പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിൽ 7 വിഭാഗക്കാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. RPWD The Rights of Person with Disabilities Act നിലവിൽ വന്ന വർഷം 2016. RPWD ആക്ട് പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിൽ 14 വിഭാഗക്കാരെ കൂടി കൂട്ടിച്ചേർത്തു. ഭിന്നശേഷിക്കാർക്ക് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകിയ നിയമം. സവിശേഷ വിദ്യാഭ്യാസം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പരിമിതിയുടെയും തീവ്രതയുടെയും തോതനുസരിച്ച് ഓരോ കുട്ടിക്കും അവൻ്റെ സവിശേഷ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസമാണ് സവിശേഷ വിദ്യാഭ്യാസം. വിവിധ സവിശേഷ വിദ്യാലയങ്ങൾ. റെസിഡൻഷ്യൽ സ്കൂൾ 24 മണിക്കൂറും വീട്ടിൽ നിന്നും മാറി താമസവും ജീവിത നൈപുണി പരിശീലനവും നൽകാൻ സജ്ജീകരിച്ച സ്ഥാപനമാണ് റെസിഡൻഷ്യൽ സ്കൂൾ. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ ദീർഘകാല ചികിത്സ ആവശ്യമുള്ളതിനാലോ തീവ്രമായ ചലന പ്രശ്നമുള്ളതിനാലോ സ്കൂളിൽ പോകാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് വീട്ടിൽ വച്ച് വിദ്യാഭ്യാസം നൽകുന്ന രീതിയാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം. സ്പെഷ്യൽ ഡേ സ്കൂൾ ഒരേതരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പരിശീലനവും പരിരക്ഷയും പകൽ മാത്രം നൽകുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ ഡേ സ്കൂൾ. RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം അവകാശമായി ഈ നിയമം ഉറപ്പുതരുന്നു. RTE ആക്ട് പ്രകാരം ഏതൊരു വിദ്യാലയത്തിലും 25% സീറ്റ് പിന്നാക്കക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ പ്രായപരിധി 18 വയസ്സ് വരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ജാതി മത വർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക ഭേദമന്യേ യാതൊരുവിധ വിവേചനങ്ങളുമില്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാരാ വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ തന്നെ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. സങ്കലിത വിദ്യാഭ്യാസം എന്നും ഇത് അറിയപ്പെടുന്നു. മിതമായ മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ 70% വരെയുള്ളവരെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാനാകുമെങ്കിലും തീവ്രമായ പ്രശ്നമുള്ളവർക്ക് സവിശേഷ സ്കൂളുകളാണ് അഭികാമ്യം. അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ ഭിന്നശേഷിക്കാരായ ഓരോ കുട്ടിക്കും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സ്വന്തം പരിമിതികൾ മറികടന്ന് പഠിക്കാൻ കഴിയും വിധം അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തി തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവൽ. പഠന പരിമിതി അനുഭവിക്കുന്നവർക്കുള്ള ICT സഹായക സംവിധാനങ്ങൾ. സ്ക്രീൻ റീഡർ കാഴ്ച പരിമിതി ഉള്ളവർക്ക് കമ്പ്യൂട്ടർ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ. ശാരദ ബ്രെയിലി കാഴ്ച പരിമിതി ഉള്ളവർക്ക് പ്രിന്റ് മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ടെക്സ്റ്റ് എഡിറ്റർ. സ്പീച്ച് ടു ടെക്സ്റ്റ് കേൾവി പരിമിതി ഉള്ളവർക്ക് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് തങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞ് കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ദൃശ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ. സ്പീച്ച് ടു ടെക്സ്റ്റിന് സഹായിക്കുന്ന ഒരു ടൂളാണ് Gboard. ശബ്ദലേഖന സോഫ്റ്റ്വെയർ കാഴ്ച പരിമിതി ഉള്ളവർക്ക് വളരെയധികം പ്രയോജനകരമായ സോഫ്റ്റ്വെയർ. വ്യാപകമായി ഉപയോഗിക്കുന്ന ശബ്ദലേഖന സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി. ഓഡിയോ ബുക്ക് വായനയുടെ ഒരു റെക്കോർഡിംഗ്. ഓഡിയോ ലൈബ്രറി സൗജന്യമായി പശ്ചാത്തല ശബ്ദവും സംഗീതവും ഡൗൺലോഡ് ചെയ്യുന്നതിനായി യൂട്യൂബ് ആരംഭിച്ച ചാനൽ. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.